അത് അച്ഛൻ വയ്യാണ്ട് കിടക്കുകയാണ്. അപ്പൊ എന്റെ ഏട്ടാ ഗ്രൂപ്പ് ബ്ലഡിന് വേണ്ടി നടപ്പാണ് കാലത്ത് തുടങ്ങി ഞാൻ ആശുപത്രിയിൽ നിന്ന് വന്നാണ്. ചായക്കടയ്ക്ക് പോയി അവിടെ ചായ കുടിച്ച് അവിടെ രണ്ടാളെ കാണാൻ വേണ്ടി ആരും വന്നില്ല. അച്ഛന് സർജറി ചെയ്യണമെന്നോ അതാണ് ഇപ്പൊ കൊറേ പേര് വിളിക്കുന്നത്. ഇപ്പൊ ഒരാൾക്ക് തന്നെ വിളിച്ചിട്ടുണ്ട് കട്ടായി വിളിച്ചു നമ്മുടെ കൂട്ടുകാരന്മാരിന് എന്തെങ്കിലും വിളിച്ചു. ഒരാളിപ്പോ പുരോഗമന സംഘടനയിൽ നിന്ന് വിളിച്ചപ്പോ പക്ഷെ അവിടെ പണ്ടൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ബ്ലഡ് കിട്ടിയായിരുന്നു. ഇപ്പൊ കിട്ടുന്നില്ലല്ലോ. ബി പോസിറ്റീവ് പണ്ടൊക്കെ നിറയെ കിട്ടുന്നതാണ്. ഒരുപാട് പേർക്കുണ്ട്. പക്ഷെ കൊറോണയുടെ പ്രശ്നമായതുകൊണ്ട് എല്ലാവരും എടുക്കുന്നില്ല. ആരും വിളിച്ചാൽ വരില്ല. ഗ്രൂപ്പൊക്കെ മാറി പറയും. നിന്റെ ഗ്രൂപ്പ്? എന്റെ ഗ്രൂപ്പും ബി പോസിറ്റീവ് തന്നെ. നിന്റെ ബി പോസിറ്റീവ് തന്നെയാ? ആടാ ചേടാ. എന്നിട്ടാണ് നീ മറ്റുള്ള ആൾക്കാരെ ബ്ലഡ് ചോദിക്കാൻ നടക്കുന്നത്. നീ എന്താ ആദ്യം ചെയ്യേണ്ടത്? നിന്റെ ഗ്രൂപ്പ് ഒന്നുകൂടി രക്തം പരിശോധിച്ചിട്ട് ആ ഗ്രൂപ്പ് തന്നെയാണെന്നുണ്ടെങ്കിൽ നീ ഹോസ്പിറ്റൽ ഡോക്ടറോട് പറഞ്ഞിട്ട് നിനക്ക് ബ്ലഡ് കൊടുക്കാൻ ഇല്ലാത്ത പ്രശ്നം ഉണ്ടെങ്കിൽ നീ അത് കൊടുക്ക്. വെറുതെ നീ സങ്കടപ്പെട്ട് നടന്നിട്ട് കാര്യമില്ലല്ലോ. സ്വന്തം അച്ഛന് ഒരു മകന് കൊടുക്കാൻ ബ്ലഡാണ് കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതല്ലേ ഏറ്റവും വലിയ കാര്യം. പോയിട്ട് നിന്റെ ബ്ലഡിനെ പറ്റും. നിന്റെ അച്ഛനിക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമല്ലേ. യഥാർത്ഥത്തിൽ ഒരു രക്തബന്ധം ഉണ്ടാവുന്ന അവിടെ നിന്നല്ലേ. കേട്ടാ ശരി ഓക്കെ. ഇതാണ് ഈ മലയാളിയുടെ പ്രശ്നം. എന്തെങ്കിലും ഒരു കാര്യം അറിഞ്ഞാൽ അത് വ്യക്തമായി മനസ്സിലാക്കാണ്ട് ഫോൺ ചെയ്യുക, ഗ്രൂപ്പിലിടുക, വാട്സപ്പ് ചെയ്യുക. എന്താ ഇതിൽ കഥയുള്ളത്? അതിനിപ്പോൾ ഇവൻ തന്നെ കണ്ടില്ലേ, ഇവൻ്റെ ഗ്രൂപ്പും ഇവൻ്റെ അച്ഛൻ്റെ ഗ്രൂപ്പും ഒന്ന് തന്നെയാണ്. അത് അവനോട് ഹോസ്പിറ്റലിൽ നിന്ന് അന്വേഷിച്ചിട്ട് ഡോക്ടറോട് പറഞ്ഞിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഇവനക്ക് ഈ നാട് മുഴുവൻ തെണ്ടിയാൽ പോരെ.